നമസ്കാരം സർ. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ലിഥിയം ഖനി ഛത്തീസ്ഗഡിൽ ആരംഭിക്കാൻ പോവാന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ വ്യവസായിക രംഗത്തിന് ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. സാറിന്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് സർ ഈ വിഷയത്തിൽ? ഇന്ത്യയുടെ ആദ്യത്തെ ലിഥിയം ഖനി ഛത്തീസ്ഗഡിലെ കോർബ ജില്ലയിൽ ഉടൻ തന്നെ, അതായത് 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നാണ് ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പുണ്ടായി. ഇത് ശരിക്കും പറഞ്ഞാൽ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിൽ നിന്ന് ഏതാണ്ട് 150 കിലോമീറ്ററോളം അകലെ കത്ഗോറ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ്. അത് ലൊക്കാലിറ്റിയുടെ പേര്. കോർബ എന്ന് പറയുന്ന ജില്ലയാണ്. കോർബ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾക്കെല്ലാം പെട്ടെന്ന് തിരിച്ചറിയാം. നമുക്കൊരു കോർബ എക്സ്പ്രസ് ഒക്കെ ട്രെയിൻ ഉണ്ട്. ഈ കോർബ എന്ന് പറയുന്നത് അവിടെ താപവൈദ്യുത നിലയം ഒക്കെ പ്രവർത്തിക്കുന്ന കൽക്കരി ഖനികളും ഒക്കെ ഒരു ധാരാളം ഖനികളുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഈ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത്. ശരിക്കും ഇതൊരു ഒരു ഒരു ചരിത്രപരമായ മുന്നേറ്റമാണ് ഇന്ത്യക്ക്. നമുക്ക് അതിന്റെ കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാവിയുടെ ഊർജ സ്രോതസ്സാണ് ലിഥിയം. നമുക്കറിയാം, ഈ ലിഥിയം ബാറ്ററിയാണ് ഇപ്പോഴത്തെ എല്ലാ ഇലക്ട്രിക് കാറുകളിലും ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിലെ ബാറ്ററികളിലും ഈ ലിഥിയം എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ധാതുവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ലിഥിയം കൈവശമുള്ള, ലിഥിയം നിക്ഷേപമുള്ള രാഷ്ട്രമായിരിക്കും ഭാവിയിലെ ലോകത്തിന്റെ ഊർജ ആവശ്യങ്ങളെ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കുന്നത്. ഹൈഡ്രജൻ ഫ്യൂവൽ പോലുള്ള മറ്റ് ടെക്നോളജികളും രംഗത്ത് വരുന്നുണ്ട്. ഞാനത് മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോഴുപയോഗിക്കുന്ന ഇലക്ട്രിക് കാറുകൾ, അത് ടെസ്ലയുടെ തൊട്ട് BYD ആണെങ്കിലും, ഇന്ത്യയുടെ ഇപ്പം നമ്മുടെ ടാറ്റയുടെയോ മഹീന്ദ്രയുടെയോ ഒക്കെ ആണെങ്കിലും അവരെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ലിഥിയം അയോൺ ബാറ്ററികളാണ്. ഇതിനുള്ള ലിഥിയം നമ്മൾക്ക് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ അല്ല, ലഭ്യമല്ല. ഇത് പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ നമ്മൾ ദുഃഖിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലിഥിയം നിക്ഷേപമുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ തൊട്ടയൽ രാജ്യമായ ചൈന. അപ്പോൾ ചൈന വേണമെന്ന് വെച്ചായിരുന്നെങ്കിൽ ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാം. കാരണം ഇന്ത്യക്ക് ഈ പറയുന്ന ലിഥിയത്തിന്റെ നിക്ഷേപങ്ങൾ ഇല്ല. പക്ഷെ ചൈനയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് തരാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ചൈന ഒരു മടിയും കാണിക്കത്തില്ല. കാരണം ഇപ്പോ അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്ന താരിഫ് യുദ്ധത്തിൽ ചില റെയർ എർത്ത് മിനറൽസ് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ചൈന നിരോധിക്കുകയും ആ വസ്തുക്കളൊന്നും തന്നെ അമേരിക്കയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കരിമ്പട്ടിക ഉണ്ടാക്കി അത്തരണത്തിൽ മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇത് ഒരു വലിയ അപകട സാധ്യതയാണ് ഇന്ത്യക്ക് മേൽ തുറന്നിരുന്നത്. പക്ഷേ ഭാഗ്യവശാല് ഇപ്പോ നമ്മൾ ഈ തന്നെ ലിഥിയം നിക്ഷേപങ്ങൾ തുടർന്ന് നമുക്ക് ഒരു വലിയ ഒരു ആശ്വാസമാണ്. ഈ ഛത്തീസ്ഗഡിൽ മാത്രമല്ല, നമുക്ക് കശ്മീർ വാലി, അതായത് ജമ്മുവിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ ലിഥിയം നിക്ഷേപം വൻതോതിൽ ഉണ്ടായെന്നാണ് കണ്ടെത്തിയിരുന്നത്. പക്ഷെ പിന്നീട് ചില പഠനങ്ങൾ നടന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്ര ലിഥിയം നിക്ഷേപം ഈ കശ്മീരിൽ ഇല്ല എന്നാണ് മനസ്സിലായെന്ന് തോന്നി. എന്തായാലും കശ്മീരിലെ ലിഥിയം ഖനനം, അതിന്റെ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാൻ വളരെ സ്വകാര്യമൊന്നും മുന്നോട്ട് വന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഈ ലിഥിയം മൈൻ ഓപ്പറേറ്റിംഗ് റൈറ്റ്സ് കിട്ടിയിരിക്കുന്നത് മെയ്ക്കി സൗത്ത് മൈനിങ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കൽക്കട്ട ആസ്ഥാനമായുള്ള ഒരു കമ്പനിക്കാണ്. അവരാണ് ഈ മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള നിക്ഷേപങ്ങളും അതുപോലെ അവരുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ മൈനിങ് പൂർണ്ണമായിട്ട് നടക്കുന്നത്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഈ ലാഭത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ലഭിക്കുകയും ചെയ്യും. ഈ ഇവിടെ മൈനിങ് തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതുപോലെ റെയർ എർത്ത്, അപൂർവ ധാതുക്കൾക്കും ഓയില്, അതുപോലുള്ള മറ്റ് സ്വർണം, ഇതിനൊക്കെ ആയിട്ട് ഇന്ത്യ മുഴുവൻ അവർ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പര്യവേഷണം നടത്തുമ്പോഴാണ് ഛത്തീസ്ഗഡിൽ വ്യാവസായികമായ ഉൽപാദനം ലാഭകരമായി ഉൽപ്പാദിപ്പിക്കാവുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ, ലിഥിയം നിക്ഷേപങ്ങൾ ഉണ്ടായെന്നുള്ളത് കണ്ടെത്തിയത്. ഇപ്പോൾ 2 രീതിയിലാണ് ഇന്ത്യക്കുള്ള മെച്ചം. ചില രാജ്യങ്ങൾക്കൊക്കെ അവർക്ക് അപൂർവ ധാതുക്കളും അതുപോലെ എണ്ണയും ഒക്കെ ഉണ്ടെങ്കിലും അത് കുഴിച്ചെടുക്കാനും അതുപോലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ സംസ്കരിച്ചെടുക്കാനുമുള്ള സാങ്കേതിക വിദ്യ കൈവശമില്ല. ഇപ്പൊ നമുക്കറിയാം, ഉദാഹരണത്തിന് ഈ
പിന്നെ ഓയിൽ ആദ്യമായിട്ട് ക്രൂഡ് ഓയിലൊക്കെ കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഗൾഫിൽ അവർക്ക് അതിനുള്ള ടെക്നോളജി ഇല്ലായിരുന്നു. അമേരിക്കൻ കമ്പനികളെയും ബ്രിട്ടീഷ് കമ്പനിയും ഒക്കെ ആശ്രയിച്ചായിരുന്നു അവർ നിന്നിരുന്നത്. അത് കാരണം ഈ ലാഭത്തിന്റെ നല്ലൊരു ശതമാനം ഈ വിദേശ കമ്പനികൾ അങ്ങ് കൊണ്ടുപോയി. പിന്നെ ഏതാണ്ട് 10-30 കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന പിന്നെ എണ്ണ വ്യവസായം ദേശസാൽക്കരിച്ചതും അവർക്കതിന്റെ പൂർണ്ണമായ പ്രയോജനം കിട്ടുന്നതും. പക്ഷെ ഇവിടെ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഇന്ന് ഈ ഈ എനർജി ഊർജ്ജ രംഗത്തെ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററുകൾ എന്ന് പറയും. അതായത് ഈ മേഖലയിലെ പിന്നെ ആൾക്കാർ, ടെക്നിക്കലായിട്ടുള്ള സ്കില്ലുള്ള ആൾക്കാർ, അതുപോലെ ഉപകരണങ്ങൾ, പിന്നെ ടെക്നോളജി തന്നെ, ഇത് മൂന്നും സ്വായത്തമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ നമ്മുടെ രാജ്യത്തിൽ തന്നെ ഈ പണം നിൽക്കും. മറ്റൊരു വിദേശ കമ്പനിയെ നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല ഖനനം നടത്താൻ. നമ്മളുടെ രാജ്യത്തെ ഒരു അപൂർവ ധാതു ഇവിടുന്ന് തന്നെ കുഴിച്ചെടുത്ത് ഇവിടെ തന്നെ നമ്മളത് സംസ്കരിച്ച് ഇവിടെ തന്നെ നമ്മുടെ വ്യവസായങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയും. അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ മീര, അതായത് ഇത് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു വലിയ കുതിച്ചുചാട്ടത്തിന് എന്തായാലും തുടക്കമിടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഛത്തീസ്ഗഡിലെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മറ്റ് പലയിടത്തും ഇന്ത്യയിൽ ഇപ്പോൾ ഈ പിന്നെ അപൂർവ ധാതുവായ ഈ ലീഥിയത്തിന്റെ മാത്രമല്ല സ്വർണത്തിന്റെ ഒക്കെ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒഡീഷയിൽ സ്വർണവും ലിഥിയവും രണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ഒഡീഷ, ഛത്തീസ്ഗഡ്, പിന്നെ എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഖനനം പൂർണ്ണ തോതിൽ ആരംഭിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഇന്ത്യയുടെ ഒരു പിന്നെ വ്യാവസായിക മേഖലയിൽ അതൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കും. കാരണം ലിഥിയം അയോൺ ബാറ്ററികൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് കാറുകളുടെയൊക്കെ വില വളരെയധികം കുറയും. അതുപോലെ തന്നെ നമുക്ക് ഈ പല മേഖലകളിലും ഇപ്പം കാറുകളൊക്കെ ആവശ്യത്തിന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ, കാരണം ഈ പറയുന്ന ലിഥിയം ബാറ്ററികൾ പുറത്തുനിന്ന് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഫോൺ അസംബിൾ ചെയ്ത് പുറത്തിറക്കാൻ പറ്റുള്ളൂ. ഇക്കാരണത്താലൊക്കെ നമ്മുടെ പല കമ്പനികളും കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ ഉൽപ്പാദനം നടത്തുന്നില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ മുന്നേറ്റം ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായി, അതായത് ലിഥിയം ഇന്ത്യയിൽ തന്നെ ഖനനം ചെയ്ത് സംസ്കരിച്ചെടുത്ത് അത് പിന്നെ ഉപയോഗിച്ചുള്ള ബാറ്ററികൾ ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങുമ്പോഴേക്കും വളരെയധികം തൊഴിലവസരങ്ങൾ ഉണ്ടാവും. നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് വ്യവസായ മേഖലയ്ക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവും. എന്തായാലും വരുന്ന ആളുകളിൽ നമുക്ക് ആശിക്കാൻ ഒരുപാട് വകയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. സർ പറഞ്ഞു ചൈനയിൽ ലിഥിയം ഖനി ഉണ്ട് എന്നുള്ളത്. ലോകത്ത് രാജ്യങ്ങളിൽ വേറെ എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഖനി ഉള്ളത്? ചൈന കൂടാതെ ഓസ്ട്രേലിയ, ചിലി, ദക്ഷിണ അമേരിക്കൻ രാജ്യമായ ചിലി, അതുപോലെ അർജന്റീന, ബ്രസീല്, പിന്നെ അമേരിക്കയിൽ തന്നെ ഉണ്ട് ഖനി. പക്ഷേ ഏറ്റവും കൂടുതൽ റിസർവ് ചൈനയിലാണെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. പക്ഷേ എങ്കിലും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് ഇന്ന് ലിഥിയം നിക്ഷേപമുള്ളത്. നമ്മൾ പറഞ്ഞ അതനുസരിച്ച് ഒരു 6-7 രാജ്യങ്ങളിലായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ് ഈ ലിഥിയം നിക്ഷേപം. പക്ഷേ ഈ ലിഥിയം അയോൺ ബാറ്ററി വേണ്ടത് ഈ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾക്കും വേണം. കാരണം ഇലക്ട്രിക് കാറുകൾക്ക് ഇഫക്റ്റീവായിട്ട് പിന്നെ പ്രവർത്തിക്കാനുള്ള ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററിയാണ്. മറ്റു രീതിയിലുള്ള ഓക്സിജൻ അയോൺ ബാറ്ററി എന്നൊക്കെ പറയുന്ന പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഹൈഡ്രജൻ സെൽ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ ഓൾട്ടർനേറ്റീവ് എനർജി മേഖലയിലുള്ള വാഹനങ്ങൾ പിന്നെ ഇപ്പോൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഒരു ട്രെയിൻ സർവീസ് നടത്തിയിരുന്നു, ഒരു കുറച്ച് ദൂരത്തേക്ക്, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ. പിന്നെ ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് എനർജി മേഖലയിലെ മറ്റ് പല പരീക്ഷണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിലും ഇന്ന് നമ്മുടെ പരീക്ഷണങ്ങളിലൂടെ വിജയിച്ച ഏറ്റവും പിന്നെ ഇഫക്റ്റീവ് ആണെന്ന് കണ്ടിട്ടുള്ള ഒരു ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററിയാണ്. അപ്പോൾ ലിഥിയത്തിന്റെ പ്രാധാന്യം അത് നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ പറ്റത്തില്ല. ഇനി എന്തായാലും എൻ്റെ ഒരു ഊഹത്തിൽ ഒരു 50 കൊല്ലം ലോകത്തിലെ ഓൾട്ടർനേറ്റീവ് എനർജി മാർക്കറ്റിനെ തീർച്ചയായിട്ടും ലിഥിയം തന്നെ ആയിരിക്കും സ്വാധീനിക്കുന്നതും ഒരുപക്ഷെ നിയന്ത്രിക്കുന്നതും. അതോടൊപ്പം മറ്റ് ടെക്നോളജികളും പതുക്കെ രംഗത്ത് വരും. പക്ഷെ എങ്കിലും ഈ പിന്നെ ക്രൂഡ് ഓയിൽ നിന്നുള്ള ഒരു ട്രാൻസിഷൻ അത് ലിഥിയത്തിലോട്ടായിരിക്കും ചെല്ലുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഈ ഒരു ഈ ഒരു മെറ്റൽ കൈവശമുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് അതിന് തീർച്ചയായിട്ടും ഒരു 50 കൊല്ലത്തെ പുരോഗതി എന്ന് പറയുന്നത് നിസ്സാര പുരോഗതിയല്ല. അപ്പോഴേക്കും ഒരുപക്ഷെ ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വ്യവസായവൽകൃതമായ ഒരു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാൻ ഈ ഒരു ലിഥിയം നിക്ഷേപങ്ങൾ പല ഭാഗത്തായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ലിഥിയം നിക്ഷേപങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ജമ്മുവിലും കശ്മീർ വാലിയിലും ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അത് ചിലര് അഭിപ്രായപ്പെട്ടിരിക്കുന്ന വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള അത്ര അളവ് അതിനില്ല എന്നുള്ളൊരു സംശയമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും കാര്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിന്റെ ടെക്നോളജി ഇപ്പോൾ ലിഥിയം മൈനിങ് ടെക്നോളജി എന്ന് പറഞ്ഞ പ്രാരംഭ ദിശയിലാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ വളരെ ചെറിയ അളവിലുള്ള ലിഥിയം ആണെങ്കിൽ പോലും അത് ലാഭകരമായിട്ട് മൈൻ ചെയ്യാനുള്ള രീതിയിലേക്ക് ടെക്നോളജിയുടെ വളർച്ചയുണ്ടാകും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു വിലയിരുത്തലിൽ വരുന്ന ഒരു 10 വർഷത്തിനുള്ളിലെ ഒരു സാങ്കേതിക പുരോഗതി ഉണ്ടാകുമ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് നമുക്ക് ആവശ്യമുള്ള ലിഥിയം മുഴുവനല്ലെങ്കിലും ഒരു 80-90% തദ്ദേശീയമായി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ വളർച്ച ഉണ്ടാകും എന്ന കാര്യത്തിൽ തൽക്കാലം നമുക്ക് സംശയിക്കേണ്ട കാര്യമേ ഇല്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇത് ഇന്ത്യക്ക് വലിയ പ്രയോജനം ചെയ്യും, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൂടാതെ സാർ, കയറ്റുമതി രംഗത്തേക്ക് ലിഥിയത്തിന്റെ ഈ ഖനിയിലെ കൊണ്ട് ഇന്ത്യക്ക് നേട്ടം ഉണ്ടാവും സാറിന് തോന്നുന്നുണ്ടോ? അത് എനിക്ക് അത്ര പെട്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. കാരണം നമ്മൾ ആലോചിക്കേണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ ഇലക്ട്രിക് കാറുകളൊക്കെ തന്നെ പലപ്പോഴും ഓർഡർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അത് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ഇപ്പം ടാറ്റ ആണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഓർഡർ ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞാണ് കാറിൽ ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തദ്ദേശീയ ആവശ്യങ്ങൾക്കുള്ള രീതിയിലോ ആ ഒരു രീതിയിലുള്ള നിക്ഷേപമാണ് ഇന്ത്യയിലുള്ളതെന്നാണ് ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ ടെക്നോളജിയുടെ വികാസത്തോടു കൂടി കാശ്മീരിൽ നിന്നും ജമ്മുവിൽ നിന്നുമുള്ള വിജയകരമായ അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മൈനിങ് ഈ 2 സ്ഥലങ്ങളിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും മീര ചോദിച്ചതുപോലെ ഇതൊരു നമ്മൾ ലിഥിയം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ലിഥിയം ബാറ്ററികൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഒരു പ്രൊഫൈൽ മാറാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.